Okay, in this video we will do a lot of problems, right? അപ്പോൾ radioactivity problem ഒക്കെ സ്ഥിരം നീറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ questions ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് 2 question അങ്ങോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. After that a lot of questions has to be done. Okay, അപ്പോൾ 61ാമത്തെ question എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. A mixture consists of two radioactive materials A1 and A2 with half-lives 20 seconds and 10 seconds respectively. Initially the mixture has 40 grams of A1 and 160 gram of A2. The amount of the two in the mixture will become equal after എത്ര സമയത്തിന് ശേഷമായിരിക്കും രണ്ടെണ്ണത്തിൻ്റെ സാമ്പിളിൻ്റെ എമൗണ്ട് ഈക്വൽ ആവുക, റൈറ്റ്? അതായത് കറണ്ട് എമൗണ്ട്, റൈറ്റ്? അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ അതായത് ടി വർഷത്തിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാണ് കേട്ടോ. ദാറ്റ് ഈസ് ലെറ്റ്സ് സേ ആഫ്റ്റർ ടി ഇയേഴ്സ് the sample N1, that is the A1 sample ഇപ്പോഴത്തെ current amount becomes the current amount N2 of A2. The A1 current amount ഇത് A2 current amount after T years ആയിരിക്കും, വർഷങ്ങൾ, right? After T years this becomes equal, right? അപ്പോൾ ടി ഇയേഴ്സിന് ശേഷം N1 എത്രയാണെന്ന് അറിയണം അല്ലേ? ഓർമ്മ ഉണ്ടോ? നമ്മുടെ ഹാഫ് ലൈഫ് തന്നത് കൊണ്ടാണ് നമുക്ക് N is equal to N0/2 raised to N എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്, where N gives you the number of life times, ഹാഫ് ലൈഫ്സ് അല്ലേ? ഇത് ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, റൈറ്റ്? ഇനി ആ എന്നിലേക്ക് അതൊക്കെ, അതായത് N ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഒരു ഹാഫ് ലൈഫ് എടുത്തു എന്നിരിക്കാം, റൈറ്റ്? ഒരു ഹാഫ് ലൈഫ്, റൈറ്റ്? ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 വർഷമാണ് പറയണത് അല്ലേ? 20 ഇയേഴ്സ് ആണ്. ആരെ? 1ൻ്റെ കേസാണ് കേട്ടോ, A1ൻ്റെ കേസാണ് പറയണത്. 1 ഹാഫ് ഇയർ ഒരു ഹാഫ് ലൈഫ് 20 ഇയേഴ്സ്, ഓർ ഐ ക്യാൻ സേ 1 ഇയർ കൊണ്ട് 1/20 ഹാഫ് ലൈഫാണ് കഴിയുക. ഓക്കെ, 1 ഇയർ കൊണ്ട് 1/20 ഹാഫ് ലൈഫ് കഴിയും. ആരുടെ കേസാണ്? A1ൻ്റെ കേസാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടി ഇയേഴ്സ് കൊണ്ട് എത്ര ഹാഫ് ലൈഫ് കഴിയും? 1/20 ഇൻറ്റു ടി അല്ലെങ്കിൽ T/20 ഹാഫ് ലൈഫ് കഴിയും. ശ്രദ്ധിച്ചു നോക്കിയേ, ശ്രദ്ധിച്ചേ. A1ൻ്റെ കേസിൽ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് 1 ഹാഫ് ലൈഫ് ഇസ് 20 ഇയേഴ്സ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര എത്ര ഹാഫ് ലൈഫിൻ്റെ ഭാഗം പോലെ 1/20 ഹാഫ് ലൈഫാണ് ഉണ്ടാവുന്നത്. അതായത് ടി ഇയേഴ്സിൽ എത്ര ഹാഫ് ലൈഫ് കഴിയും? T/20 ഹാഫ് ലൈഫ് കഴിയും, അല്ലേ? ഇതേമാതിരി നമുക്ക് A2ൻ്റെ കേസിൽ എഴുതാം. ടി ഇയേഴ്സിൽ 30 ഇയേഴ്സ് അല്ലേ അതിൻ്റെ ഹാഫ് ലൈഫ് പറഞ്ഞത്, അല്ലേ? അല്ല, 10 ഇയേഴ്സ് ഒന്നുണ്ട് അല്ലേ? അപ്പോൾ T/10 ഹാഫ് ലൈഫ് ആയിരിക്കും A2 ഉണ്ടാവുക വിത്തിൻ 10 ഇയേഴ്സ്, ക്ലിയർ? അപ്പോൾ ഇതൊന്നും ഞാൻ മാച്ച് കളയാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇത് എങ്ങനെ വന്നേന്ന് എഴുതാൻ വേണ്ടി, അത് T/20 എന്ന് പറയണത് എങ്ങനെ വന്നേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഔഷ് ഇൻ ദ കേസ് ഓഫ് A1, റൈറ്റ്, ദ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്, റൈറ്റ്? ക്ലിയർ ഉണ്ടോ? A1ൻ്റെ കേസിൽ ദ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ T ഈസ് T/20. whereas in the case of A2 the number of half life during the time interval T എന്ന വർഷങ്ങൾക്കുള്ളിൽ എത്ര ഹാഫ് ലൈഫ്സ് കഴിഞ്ഞിട്ടുണ്ടാവും? T/10 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ആവുണ്ടോ? ഇനി നമ്മുടെ അപ്പോൾ N1, ഇപ്പോൾ കറണ്ട് എമൗണ്ട് ഇൻ ദ കേസ് ഓഫ് A1 വിൽ ബി ഇനീഷ്യൽ എമൗണ്ട്, ലെറ്റ്സ് സേ ഇറ്റ് ഇസ് NO1 ഡിവൈഡഡ് ബൈ 2 raised to Nൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? T/20 എന്ന് എഴുതണം, റൈറ്റ്? That is equal to N2ൻ്റെ സ്ഥലത്ത് എന്ത് എഴുതണം? N02 which is the initial amount of the second. A2 എന്ന് പറഞ്ഞാൽ എൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ഇനീഷ്യൽ സാമ്പിൾ എമൗണ്ട് ഡിവൈഡ് ബൈ 2 raised to T/10, റൈറ്റ്? ക്ലിയർ? അപ്പോൾ എത്രയാണ് N01 N2 N02 തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ഇനീഷ്യൽ എമൗണ്ട് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഈസ് ഹൗ മച്ച്? 40 അല്ലേ? അപ്പോൾ ഇവിടെ 40 എന്ന് എഴുതും, റൈറ്റ്? A2 എത്ര എണ്ണുണ്ട്? 160. അപ്പോൾ ഇവിടെ 160 ആക്കും, റൈറ്റ്? 4, റൈറ്റ്? അപ്പോൾ ഇനി കാൽക്കുലേഷൻ ഒന്ന് നോക്കിയേ, റൈറ്റ്? അപ്പോൾ 2 raised to T/20 2 raised to T/20 is equal to, റൈറ്റ്? ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ? ഇതിന് വേണമെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ എനിക്ക് 4നെ? അപ്പോൾ ഇതാണെങ്കിൽ എന്തെന്ന് എഴുതാം? 2T raised to 10 - 2 അല്ലേ? ഇതല്ലേ ഞാനിപ്പോൾ എഴുതിയത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരും, റൈറ്റ്? ക്ലിയർ ആവുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കണം. ഞാൻ മാച്ച് കളയാണ് കേട്ടോ, റൈറ്റ്? അപ്പോൾ എന്തായിരുന്നു ഇവിടെ ഉണ്ടായത്? 1/2T/20 ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2T/10 അല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഒന്നെങ്കിൽ ഇത് പ്ലസ് എഴുതാം, തെറ്റൊന്നുമില്ല. 2T raised to 20 plus 2
എഴുതിയാലും തെറ്റൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ ഇവിടെയും 2 ബേസ് ഇവിടെയും 2 ബേസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം T/20 ഈസ് ഈക്വൽ ടു T/10 മൈനസ് 2 അല്ലേ. ഇനി ഇതിൽ നിന്ന് കാൽക്കുലേഷൻ അല്ലേ ഉള്ളൂ. റൈറ്റ്. യു വിൽ ഗെറ്റ് T ഈസ് ഈക്വൽ ടു 40 സെക്കൻഡ്സ്. അതായത് 40 സെക്കൻഡിന് ശേഷം A1ഉം A2ൻ്റെ സാമ്പിൾ എമൗണ്ട് ഈക്വൽ ആകും. ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത്. ഇത് നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. വെച്ചാൽ അത് കത്തണമെന്നില്ല, ഈ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. സോ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ഓൾസോ. റൈറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമുണ്ടോ എന്ന് ട്രൈ ചെയ്യാൻ ഞാൻ പറയാഞ്ഞത് കേട്ടോ. ബിക്കോസ് ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഇസ് 50 days. Right. The time interval T2 minus T1 between the time T2 when 2/3 of it has decayed and the time T1 when 1/3 of it has decayed. അതായത് T2 ഇൻ്റർവെല്ലിൽ 2/3 ഭാഗമാണ് പോയതും T1 ഇൻ്റർവെല്ലിൽ 1/3 ഭാഗം പോവുകയാണെങ്കിൽ T2 മൈനസ് T1ൽ എത്രയാണ് ആ ദിവസം എന്നാണ്. റൈറ്റ്. ഹാഫ് ലൈഫ് 50 ദിവസം തന്നിട്ടുണ്ട്. ക്ലിയർ ആയതുകൊണ്ട് അയ്യോടാ എന്താടേ ഇവിടെ എഴുതാം. എഴുതി നമുക്ക് മാച്ചളേട്ടാ ശരിയല്ലേ. അപ്പോൾ N1 ഇസ് ഈക്വൽ ടു N0 ഇൻറ്റു e⁻⁻t. ഫോർമുല അറിയാമല്ലോ. ഇതിൽ ഇനീഷ്യൽ നമ്മളോട് പറയണത് N1 ഇപ്പോൾ എത്രയുണ്ട് 1/3 ആവും. എപ്പോൾ? സമയം T2 ആവുമ്പോൾ അല്ലേ. സോ N1 N0/3 ഇനീഷ്യൽ എമൗണ്ടിൻ്റെ 1/3 is equal to N0 e⁻⁻T2 ആണോ. റൈറ്റ്. അപ്പോൾ N0 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 is equal to e⁻⁻T2 അല്ലേ. ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ ഫസ്റ്റ് ഇക്വേഷനായിട്ട്. നൗ ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട് N2 അത് നെക്സ്റ്റ് എന്തായിട്ടുണ്ടെന്നാണ് പറയണേ T1 ടൈം ഇൻ്റർവെൽ അല്ലേ. T1 ടൈം ഇൻ്റർവെല്ലിൽ ഇപ്പോഴത്തെ സാമ്പിൾ എമൗണ്ട് ബിക്കംസ് 2/3 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ എമൗണ്ട് അല്ലേ. e⁻⁻t N0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/3 ഈസ് ഈക്വൽ ടു e⁻T1 എഴുതാൻ മറക്കരുത് കേട്ടോ. e⁻⁻T1. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. റൈറ്റ്. ക്ലിയർ ആവുണ്ടോ. ഇനി ലെറ്റ്സ് സേ ഇവർ രണ്ടുപേരും ഡിവൈഡ് ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യന് താഴത്തെ ക്വസ്റ്റ്യനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 3 ക്യാൻസൽ ആയില്ലേ. റൈറ്റ്. 1/2 ഇസ് ഈക്വൽ ടു റൈറ്റ് e⁻⁻ മൈനസ് അല്ല വരിക T2 റൈറ്റ് മൈനസ് T1. ക്ലിയർ ആയ. ഇനി ഫംഗ്ഷൻ മാറ്റണമെങ്കിൽ റൈറ്റ് ഇപ്പുറം ലോഗ് വരും. നാച്ചുറൽ ലോഗരിതം 2 is equal to lambda right T2 minus T1. ശരിക്കും ഇത് 1/2 വരുമ്പോൾ 2⁻⁻1 ഇവിടെ മൈനസ് log 2 ആണ് ഉണ്ടാവുക. അത് മൈനസ് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മൈനസ് കളഞ്ഞത്. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കി. ലോഗിൻ്റെ ഡൗട്ട് വരാറുണ്ട്, എഴുതിയൊന്ന് ശ്രദ്ധിക്കട്ടോ. ദിസ് ഇസ് ആക്ച്വലി നാച്ചുറൽ ലോഗരിതം -2 റൈറ്റ്. നാച്ചുറൽ ലോഗരിതം -2ന് മൈനസ് പുറത്തേക്ക് വിടും. ഇവിടെ മൈനസ് ലോഗരിതം റൈറ്റ് മൈനസ് ലാംഡ T2 മൈനസ് T1. അപ്പോൾ ഇവിടുത്തെ മൈനസ് ഇവിടുത്തെ മൈനസ് മനസ്സിലായ. റൈറ്റ്. ക്ലിയർ. സോ T2 മൈനസ് T1 is equal to natural logarithm 2/λ അല്ലേ. ഈ നാച്ചുറൽ ലോഗരിതം അല്ലെങ്കിൽ log to the base e എന്ന് പറഞ്ഞാണ് നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ log e to the base 2. അതിൻ്റെ വാല്യൂ 6 നമുക്ക് ഈ ഇക്വേഷൻ അല്ലേടോ 0.693/λ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ T ഹാഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാഫ് ലൈഫ് ടൈം പീരീഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടൈം ഡ്യൂറേഷൻ ബിറ്റ്വീൻ T1 ആൻഡ് T2 അല്ലേ. T2 മൈനസ് T1 എത്രയാണ് വന്ന ഹാഫ് ലൈഫ് ടൈം പീരീഡാണ്. റൈറ്റ്. ദാറ്റ് ഈസ് 50 years. ക്ലിയർ ആയ. അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് 3 ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരും. നൗ ഇത് നമ്മളൊരു ഏജ് ഓഫ് റോക്കിൻ്റെ കേസ് നമ്മൾ ഇതേ മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. റൈറ്റ്. അപ്പോൾ നോക്കിയാൽ 64ൽ a nucleus MXN emits 1 alpha particle and 2 beta particles. The resulting nucleus is സ്ഥിരം വരുന്നതാണ് പരീക്ഷയ്ക്ക്. ഒരിക്കൽ ഒരു MXM emits 1 alpha particle and 2 beta particles right. Resulting nuclei ആണ് ചോദിക്കുന്നത്. അയ്യോ മാറ്റളായിരുന്നു അല്ലേ. ഒരു മിനിറ്റ്.
ഓക്കെ ഓക്കെ ഒരു എം എക്സ് എൻ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 4 ഹീലിയം അല്ലേ, 4 യൂണിറ്റ്സ് മാസിൻ്റെത് കുറയും. ഇപ്പോൾ m-4 x(n-2) ഒരു ആൽഫ പാർട്ടിക്കിൾ കഴിഞ്ഞു അല്ലേ. അത് എക്സ് എന്ന് എഴുതാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പുതിയ പാർട്ടിക്കിൾ ഉണ്ടാവില്ലേ, വൈ. റൈറ്റ്. ഇറ്റ് എമിറ്റ്സ് എന്താ 2 ബീറ്റ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാ, ബീറ്റ റേസിൽ എന്താ പറയുക, ആറ്റമിക് നമ്പറിൽ അല്ലേ ഇവിടെ ഒരു പ്ലസ് ഒരു, അതായത് ഒന്നും ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു +1 ആദ്യം വരും ബീറ്റേറിനും, പിന്നെയും +1 വരും. അപ്പോൾ +2 കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്താ വരിക, NN അല്ലേ വരിക വിത്ത്. അപ്പോൾ NN ആണ് വരുന്നതാണെങ്കിൽ സോ ആറ്റമിക് നമ്പർ N ഉള്ളത് എന്താ XN അല്ലേ. സോ ഇറ്റ് ഈസ് XN. ബട്ട് മാസ് നമ്പർ എത്രയാ, 4 വെച്ചിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടി നോക്കിയേ, ആൽഫ പാർട്ടിക്കിൾ എമിഷൻ, മാസ് നമ്പർ റിഡ്യൂസസ് ബൈ 4, atomic number reduces by 2. Now in the case of beta emission, right, 2 beta minus particles അല്ല പോണത്, beta negative ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ atomic number increases by 1 for 1 beta minus particle, right. അപ്പോൾ +1 ഒരു പ്രാവശ്യം എഴുതി, 2 ബീറ്റ ആണെങ്കിൽ 2 പ്രാവശ്യം +1 എഴുതി, so it becomes NN ആവും. അപ്പോൾ മാസ് നമ്പർ അല്ല, ആറ്റമിക് നമ്പർ N ഉള്ളത് തന്നെയാണ്, X തന്നെയാണ്. സോ X തന്നെ എഴുതും, ബട്ട് മാസ് നമ്പർ ഹാസ് റെഡ്യൂസ്ഡ് ബൈ 4. ക്ലിയർ ആയ, സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ചെയ്യുന്നത് കുറച്ച് ലോജിക്കായിട്ടാണല്ലോ. അപ്പോൾ ആദ്യം അറിയണം എന്താണ് ബീറ്റ മൈനസ് വരുമ്പോൾ എങ്ങനെയാണ് എമിഷനും ബീറ്റ പ്ലസ് വരുമ്പോൾ എങ്ങനെയാണ് എമിഷൻ എന്നുള്ള ബോധം ഉണ്ടായാലേ ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ, റൈറ്റ്. ഇനി നമുക്ക് ഓക്കെ ഈ ക്വസ്റ്റ്യൻ നോക്കി. എയ്യടാ ഇതെന്തുവാടേ Two radiating nuclei P and Q in a given sample decay into sample nucleus R at a time t is equal to 0. അതായത് t is equal to 0 initially number of P species are 4n, അതായത് initial amount 4n0 ആണ്, and that of Q are n0, right. Half life of P for conversion to R is 1 minute whereas that of Q is 2 minutes, right. ഓരോന്നിൻ്റെ ഹാഫ് ലൈഫ് Pൻ്റെ അല്ലേ 1 minute ആണ്, Qൻ്റെ 2 minutes ആണ്. Initially there are no nuclei of R present in the sample. When number of nuclei of P and Q are equal, the number of nuclei of R represents the same sample would be. അതായത് 2 റേഡിയോ ന്യൂക്ലിയർ ഉണ്ട്, Pയും Qയും. അവർ രണ്ടുപേരും ഡീക്കേ ചെയ്തിട്ടുണ്ടാവുന്നത് R ആണ് അല്ലേ. അപ്പോൾ ഇനീഷ്യലി Pയും ഉണ്ടാവുള്ളൂ, പിന്നെ Q ഉണ്ടാവുള്ളൂ, R ഉണ്ടായിട്ടില്ല. അപ്പോൾ തുടക്കത്തിൽ Pൻ്റെ എമൗണ്ട് 4n0ഉം Qൻ്റെ എമൗണ്ട് n0ഉം ആണ്. ഹാഫ് ലൈഫ് ഓഫ് P എത്രയാ 1 മിനിറ്റും Qൻ്റെത് 2 മിനിറ്റ്സും ആണ്, റൈറ്റ്. അപ്പോൾ ഇതൊന്ന് ജനറേറ്റ് ചെയ്ത ഏതോ ഒരു പോയിന്റിൽ Pൻ്റെയും Qൻ്റെയും ഡീകമ്പോസിഷനൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ സാമ്പിൾ എമൗണ്ട് ഈക്വൽ ആവുമ്പോൾ Rൻ്റെ എമൗണ്ട് ആ സാമ്പിളിൽ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയ? അപ്പോൾ ഒന്നുകൂടി എഴുതിയേ, Pൻ്റെ എമൗണ്ട് എത്ര ഉണ്ട്, 4n0 ഉണ്ട് ഇപ്പോൾ അല്ലേ. Qൻ്റെ എമൗണ്ട് എത്ര ഉണ്ട്, n0 എമൗണ്ട് ഉണ്ട് അല്ലേ. ഹാഫ് ലൈഫ് ടൈം പീരീഡ് ഇതിങ്ങനെ ഞാൻ ഹാഫ് ലൈഫ് T ഹാഫ് എഴുതുമ്പോൾ ഭയങ്കര വല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ക്യാപിറ്റൽ T P എന്ന് എഴുതുന്നത് ഹാഫ് ലൈഫ് ഓഫ് P ആണ് കേട്ടോ. എത്രയാ 1 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് ഓഫ് Q എത്ര തന്നിട്ടുള്ള 2 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്, റൈറ്റ്. സപ്പോസ് ഏതെങ്കിലും ഒരു T എന്ന സമയം കാലയളവത്തിന് ശേഷം Pൻ്റെ എമൗണ്ടും Qൻ്റെ എമൗണ്ട് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ T ടൈമിന് ശേഷം ഏതൊരു സാമ്പിളിൻ്റെയും സപ്പോസ് ഓർമ്മ ഉണ്ടോ ഞാൻ ചെയ്തത്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, Pൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഹാഫ് ലൈഫ്, അതായത് ഒരു ഹാഫ് ലൈഫിന് എടുക്കുന്ന സമയം 1 മിനിറ്റാണ് അല്ലേ. അതായത് 1 മിനിറ്റിനുള്ളിൽ ഒരു ഹാഫ് ലൈഫാണ് കഴിയുന്നത് അല്ലേ. അപ്പോൾ T മിനിറ്റ്സിനുള്ളിൽ എത്ര ഹാഫ് ലൈഫ് കഴിയും, അങ്ങനെ വെച്ച് ചിന്തിക്കുക, റൈറ്റ്. അപ്പോൾ T ഹാഫ് ലൈഫ് എത്ര തന്നെയാണ് കേട്ടോ. T ഓക്കെ നോക്കി 1 മിനിറ്റിൽ 1 ഹാഫ് ലൈഫ്, റൈറ്റ്. 1 മിനിറ്റ് ഈസ് ഹാവിങ് 1 ഹാഫ് ലൈഫ് അല്ലേ. നേരത്തെ ഒരു 20 ഇയേഴ്സിൻ്റെ ഓർമ്മ ഉണ്ട്, 20 ഇയേഴ്സ് 1 ഹാഫ് ലൈഫ്, 1 ഇയറിന് 1/20, T ഇയേഴ്സിന് T/20 ഹാഫ് ലൈഫ് അല്ലേ. അതേമാതിരി ഇവിടെ എന്താ പറയുക, T ഇയേഴ്സിന് പകരം ഇവിടെ T മിനിറ്റ് എന്ന് എഴുതേണ്ടി വരും. T മിനിറ്റ്സിന് T/1, റൈറ്റ്. ഇതേത് Pൻ്റെ കേസിൽ, റൈറ്റ്. Qൻ്റെ കേസിൽ എന്താ പറയുക, T മിനിറ്റ്സിനുള്ളിൽ എത്ര ഹാഫ് ലൈഫ് കഴിയും, T/2,
ഇവിടെ എഴുതാൻ പറ്റിയില്ലേ, ടി ഡിവൈഡഡ് ബൈ 2 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞു. പിൻ്റെ ടി മിനിറ്റ്സിൽ ഉള്ളിൽ T/1 ഹാഫ് ലൈഫ് കഴിയും. ക്യൂവിൻ്റെ അതേ സമയത്തിൽ T/2 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ആവുണ്ടാ? അപ്പോൾ നോക്കിയേ, എൻ പിൻ്റെ അവിടെ നമ്മുടെ സാധാരണ ജനറൽ ഇക്വേഷൻ എന്താ, കറണ്ട് എമൗണ്ട് ഓഫ് സാമ്പിൾ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ എമൗണ്ട് ഡിവൈഡ് ബൈ 2 നമ്പർ ഓഫ് ഹാഫ് ലൈഫ് അല്ലേ. ഇവിടെ എത്ര ഹാഫ് ലൈഫാണ് കഴിയണേ, ഒരു ടി സമയത്തിനുള്ളിൽ T/1 ഹാഫ് ലൈഫേ കഴിയണുള്ളൂ അല്ലേ. സോ 4/n അല്ലെങ്കിൽ 4n0 ദാറ്റ് ഇസ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് പി ഡിവൈഡ് ബൈ 2n പകരം ഞാൻ T/1 ഇസ് ഈക്വൽ ടു ക്യൂവിൻ്റെ ഇനീഷ്യൽസ് എമൗണ്ട് എത്രയാണ്, n0 ഡിവൈഡഡ് ബൈ 2 അവിടെ എത്രയാണ് സാമ്പിൾ ഇപ്പോൾ, അല്ലെങ്കിൽ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് ടി വർഷത്തിനുള്ളിൽ, T/n സ്ഥലത്ത് ഇവിടെ T/2 അല്ലേ, T/2 അല്ലേ ഇതിങ്ങനെ. എന്താണ് 2 എഴുതി വരാത്ത, ക്ലിയർ റൈറ്റ്. അപ്പോൾ ഇനി കട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ റൈറ്റ് ഓർ എന്നോട്ട് 2t⁻1 is equal to ഇവിടെ 4 അല്ലേ, 4 × 2t/2 അല്ലെങ്കിൽ 4 എനിക്ക് 2 സ്ക്വയർഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എന്താ എഴുതാം 2t/2 + 2 അല്ലെങ്കിൽ t is equal to t/2 + 2 എന്ന് വരും അല്ലേ. അപ്പോൾ 2t - t ദാറ്റ് ഈസ് 1/2 അല്ലെങ്കിൽ T/2 is equal to 2 എന്ന് വരും, അല്ലെങ്കിൽ t is equal to 4 minutes എന്ന് വരും. ക്ലിയർ ആവുണ്ടാ? റൈറ്റ് ആയിട്ടില്ല, നമുക്ക് ആൻസർ ആയിട്ടില്ല. അപ്പോൾ 4 മിനിറ്റിന് ശേഷമാണ് കറണ്ട് എമൗണ്ട് ഓഫ് പി വിൽ ബി ഈക്വൽ ടു കറണ്ട് എമൗണ്ട് ഓഫ് ക്യൂ. 4 മിനിറ്റിനുള്ളിൽ അല്ലേ. ക്ലിയർ ആവുണ്ടെന്ന് ഇരിക്കണേ. അപ്പോൾ എൻ പി എത്രയാണെന്ന് നോക്കാമല്ലോ. ഇപ്പോഴത്തെ കറണ്ട് പിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ഉണ്ടാവുക, ഇനീഷ്യൽ എമൗണ്ട് എത്രയാണ് 4n0 ഡിവൈഡഡ് ബൈ 2, ടി എത്രയാ 4 ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് എത്രയാ 1 റൈറ്റ്. ദാറ്റ് ഈസ് 4n0 ഒക്കെ എടുക്കുമ്പോൾ എത്രയാ 2 അല്ലേ, ഡിവൈഡഡ് ബൈ 4 16 അല്ലേ താഴെ വരിക റൈറ്റ്. ദാറ്റ് ഈസ് ദ കറണ്ട് എമൗണ്ട് ഓഫ് പി അല്ലേ. അതേമാതിരി എൻ ക്യൂ റൈറ്റ് എത്ര ഉണ്ടാവും അത് നോക്കിയേ, അതും അപ്പോൾ 2 ഈക്വൽ ആവല്ലേ, അതും എന്താണ് n0/4 ആയിരിക്കണം റൈറ്റ്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ പിൻ്റെ എമൗണ്ടും ക്യൂവിൻ്റെ എമൗണ്ടും ഇത്രയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും എന്നല്ലേ ചോദ്യം അല്ലേ. നോക്കിടൂ, പിൻ്റെത് എത്ര വെച്ചിട്ട് കുറഞ്ഞിട്ടുള്ളേ, 4n0 നിന്ന് n04 പോയി അല്ലേ, പ്ലസ് ക്യൂവിൻ്റെ എത്രയാണ് അതിൽ നിന്നും n0/4 പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 9n02/2 ഇത്രയാണ് ആറുള്ളത്. അതായത് എത്രത്തോളം മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയണതാണ് കേട്ടോ. മനസ്സിലായവർ ഒരു മിനിറ്റൊക്കെ വേണമെങ്കിൽ ഓടിച്ചോട്ടോ, എന്താ കേട്ടോ പറയട്ടെ. അതായത് എടോ ഞാൻ നിങ്ങൾക്ക് പറയണത് ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറയണം. പി + ക്യൂ ആണ് എന്ത് ആറായെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇത് റിയാക്ഷൻ അല്ല കേട്ടോ. അതായത് പിയിലെ കുറേ ക്വാണ്ടിറ്റീസും ക്യൂവിലെ കുറേ ന്യൂക്ലിയയിലെയും ചേഞ്ചസ് വന്ന് എന്തായി മാറി എന്ന് പറയണത്, ആറായിട്ട് മാറി എന്നാണ് പറയണത്. അപ്പോൾ സോ വാട്ട് ഹാസ് ബീൻ ലോസ്റ്റ് ഫ്രം പി ആൻഡ് ക്യൂ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ബിൽഡിംഗ് ആർ. എന്തൊക്കെ പിന്ന് നഷ്ടമായോ എന്തൊക്കെ ക്യൂന്ന് നഷ്ടമായോ അതാണ് ആറ് ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരായി. ഇപ്പോൾ പറയുന്നത് പിൻ്റെ എമൗണ്ട് n0/4 ആണ് അല്ലേ. അപ്പോൾ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, 4n0 നിന്ന് ഇത്രയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി ക്യൂന്ന് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്, n0 നിന്ന് n0/4 നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെച്ചം ഇവർ 2 പേരിൽ നിന്ന് നഷ്ടപ്പെട്ട എത്രയാണ്, n0/2. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് ആറായിട്ട് പിരിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നീ പേജിൽ ഇല്ല എന്നാണ് തോന്നുന്നത്, നീയാണ് റൈറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് പോവാം. സോറി ഇതേതായിരുന്നു ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതേതാ 2011 ക്വസ്റ്റ്യൻ ആണേ. വേറെ ഇവിടെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇത് ചെയ്യണതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് പിന്നെയാണ് കിടക്കുന്നത്. അതിന് ശേഷം നല്ല ഉഗ്രം ക്വസ്റ്റ്യൻ. ഞാൻ ആകെ ഓർഡർ തെറ്റിപ്പോയി. അപ്പോൾ ഇതിലൊന്ന് കൊണ്ടിട്ട് ഈ നടുക്കത്ത് ഇതാന്നോട് വരാത്തത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വരാൻ പാടുള്ളൂ.
ഓർഡർ തെറ്റിപ്പോയതാണ് കേട്ടോ. അത് ആ പേജ് അവിടെ കിടക്കട്ടെ. വിൽ ഡു ഒബ്വിയസ്ലി വിൽ ഡു ദറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 66th ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? സോറി, മൊബൈലിൽ നോക്കട്ടെ. Okay, an activity of radioactive sample is measured as n naught counts per minute, right? Activity ഓർമ്മ ആറെന്നൊക്കെ എടുത്തിട്ടുണ്ടാവും, right? Okay, n naught counts per minute at t is equal to 0 and n naught by e counts per minute at t is equal to 5 minutes, the time at which the activity reduces to half its value, right? അതായത് ഓക്കെ, റേഡിയോ ആക്ടിവിറ്റീനെ ഓർമ്മ ഉണ്ടാകും നമ്മൾ. ആർ ഇസ് ഈക്വൽ ടു ആർ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാകും. ആർ നോട്ട് എന്താ? ഇനീഷ്യൽ ആക്ടിവിറ്റി. ആർ ഇസ് കറണ്ട് ആക്ടിവിറ്റി. എന്താ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് വിച്ച് ഇസ് ഡീജനറേറ്റഡ് ഓർ ഡീക്കേഡ് പെർ യൂണിറ്റ് സെക്കൻഡ്സ് ആവാം. പെർ മിനിറ്റ് ആയാലും കുഴപ്പമില്ല, യൂണിറ്റ് മാത്രം മീൻസ് പറയുന്ന ടൈമിലാണല്ലോ, എമൗണ്ട് ഓഫ് ഡീക്കേ പെർ യൂണിറ്റ് ടൈം, റൈറ്റ്? അപ്പോൾ നമ്മളോട് പറയണത് ടി ഇസ് ഈക്വൽ ടു 5 മിനിറ്റ്സിന് ശേഷം എന്തായിരുന്നു? എൻ നോട്ട് എമൗണ്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അല്ലേ? റേറ്റ് എന്തായിരുന്നു? എൻ നോട്ട് ആയിരുന്നു ഇനീഷ്യലി, അല്ലേ? അത് 5 മിനിറ്റ്സിന് ശേഷം, അല്ലേ? 5 ലാംഡ അല്ലേ? ടി അല്ലേ? 5 ലാംഡ. 5 മിനിറ്റ്സിന് ശേഷം അത് എന്തായെന്ന് പറയണേ? റേറ്റ്, ആക്ടിവിറ്റീൻ്റെ റേറ്റ് എത്രയായി? എൻ നോട്ട് ബൈ ഇ ആയി എന്ന് പറയണേ, അല്ലേ? ഇപ്പോൾ സിമ്പിളായില്ലേ? ഇത് ചെയ്യുന്നപ്പോൾ എന്താ? എൻ നോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം, റൈറ്റ്? സോ 1 ബൈ ഇ അല്ലെങ്കിൽ ഇ റേസ് ടു -1 is equal to e raised to -5 lambda, or I can write 1 is equal to 5 by lambda അല്ലെങ്കിൽ lambda is equal to 1 by 5, അല്ലേ? അപ്പോൾ ലാംഡ അല്ലല്ലോ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ചോദിക്കണം എന്താ? റെഡ്യൂസസ് ടു ഹാഫ് ഇറ്റ്സ് വാല്യൂ എടുക്കാനുള്ള സമയമാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് യു ആർ ആക്ച്വലി ആസ്ക്ഡ് വാട്ട്? ടി ഹാഫ്, അല്ലേ? ഹാഫ് ലൈഫ് പീരീഡ് എങ്ങനെയാണ്? ടി ഹാഫും ലാംഡയും തമ്മിലുള്ള റിലേഷൻ എന്താ? ടി ഹാഫ് ഇസ് ഈക്വൽ ടു വാട്ട്? ആൻസർ ലോഗിലാണ്, അല്ലേ? അപ്പോൾ ലോഗ് ഇ 2 ഡിവൈഡഡ് ബൈ ലാംഡ. ഒന്നെങ്കിൽ നാച്ചുറൽ ലോഗരിതം എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. നാച്ചുറൽ ലോഗരിതം തന്നെയാണ് ലോഗ് ടു ദ ബേസ് ഇ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, റൈറ്റ്? മനസ്സിലാവേണ്ട? ലാംഡേൻ്റെ വാല്യൂ കിട്ടില്ല, അല്ലേ? ലാംഡ 1 by 5 അല്ലേ? അപ്പോൾ 5 മുകളിലേക്ക് പോകും. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? 5 log e2, അല്ലെങ്കിൽ log e പകരം നാച്ചുറൽ ലോഗരിതം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് log e അല്ല എടുക്കണേ. സോ 5 log e2, ഓപ്ഷൻ ഡി. ക്ലിയർ ആയ? റൈറ്റ്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചു പറഞ്ഞാലോ? അയ്യടോ, ഇതിവിടെ തൊടുമ്പോഴും പോവോ സാധനം? എന്താണാവോ? അപ്പോൾ ഗെയിമാക്കിയാൽ ഞാൻ ശ്രമിച്ചു, വായിച്ചാൽ ശരിയാവുന്നില്ല. ഓക്കെ, 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. ദ ഡീകേ കോൺസ്റ്റൻറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇസ് ഗിവൺ ആസ് ലാംഡ. ഇഫ് A1 and R2 are its activities at time T1 and T2 respectively, the number of nuclei which have decayed during the time interval T1 minus T2, right? അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ഓപ്ഷൻസ് വരുന്നതിൽ ടൈമൊക്കെ കയറി വരുന്നുണ്ട്, ആ ടൈം ഇല്ലാത്ത കമ്പാരിസണും വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാകും. എ അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു dN/dt. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കെമിസ്ട്രിയിൽ എ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതിന് നമ്മൾ മൈനസ് ലാംഡ എൻ എന്ന് പറഞ്ഞ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ആ ആക്ടിവിറ്റി അറ്റ് T1 ടൈം ഇൻ്റർവെല്ലാണെങ്കിൽ R1 എന്നെഴുതാം ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ N1, അല്ലേ? T2 ടൈം ഇൻ്റർവെല്ലിൽ ആക്ടിവിറ്റി എന്തായിട്ടുണ്ടാവും? R2 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ N2 എന്ന് വന്നിട്ടുണ്ടോ, അല്ലേ? നമുക്കറിയാം സമയം കൂടിക്കൊണ്ട് വരികയല്ലേ. അപ്പോൾ അതുമാത്രമല്ല നമ്മളോട് എത്ര പറഞ്ഞിട്ടില്ലേ, റൈറ്റ്? ഓക്കെ, ആക്ടിവിറ്റീസ് അറ്റ് ടൈം T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. DK കോൺസ്റ്റൻസിൻ്റെ A1 ആയിരുന്നു ടൈം T1 ആയിരുന്നപ്പോൾ A2ൻ്റെ ഇത് ആക്ടിവിറ്റി വന്നത് T2 ടൈം ഇൻ്റർവെല്ലാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാടോ സമയം കൂടുന്തോറും ആക്ടിവിറ്റി കുറഞ്ഞു വരും, അല്ലേ? അതായത് അല്ലെങ്കിൽ സാമ്പിൾസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കിയേ, ഇതിൽ നിന്ന് റൈറ്റ്. സോ ഐ ക്യാൻ റൈറ്റ് R1 മൈനസ് R2
is equal to minus lambda n1 minus minus എന്ന് എഴുതുമ്പോൾ എന്താ lambda n2 അല്ലേ? ഇത് രണ്ടിടത്തിൽ കോമൺ ലാംഡ ആണല്ലോ. സോ ലാംഡ n2 മൈനസ് n1 എന്ന് എഴുതി കൂടെ അല്ലേ? അല്ലെങ്കിൽ n2 മൈനസ് n1 എന്ന് പറഞ്ഞാൽ എന്താ n2 മൈനസ് n1 is equal to r1 മൈനസ് r2 ബൈ ലാംഡ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ആക്ടിവിറ്റി A1 A2 എന്നല്ലേ ഇരിക്കണേ. ഇവിടെ R1 R2 പകരം A1 A2 എന്ന് എഴുതിയാൽ മതി. സോ A1 മൈനസ് A2 ഡിവൈഡഡ് ബൈ ലാംഡ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട്. ഓക്കെ, ഇനി 68 പറഞ്ഞു നോക്കി. ഓ ഇത് മാച്ച് കളയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ആവാണ്ടിരുന്നാൽ മതി. ആഹാ ഞാൻ പറഞ്ഞോളൂ. എന്ത് പോവാൻ ഇത്ര ബുദ്ധിമുട്ട്? ആവോ സൈഷ് കുറച്ചാലോ, എന്തോ പ്രശ്നമുണ്ട്. മതി, അത് പോകണമെന്നില്ല ഇപ്പോൾ. Okay, 68. The number of beta particles emitted by a radioactive substance is twice the number of alpha particles emitted by it. The resulting daughter is, അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, അതിൽ എത്രത്തോളം ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഇസ് ട്വൈസ് ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. അത് നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇസ് ട്വൈസ് ദ നമ്പർ ഓഫ് ആൽഫ. അതേ തന്നെ എത്ര ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തോ അതിൻ്റെ ഡബിൾ എമൗണ്ട് ആണ് എന്ത് ബീറ്റ പാർട്ടിക്കിൾസ് അത് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നുണ്ടാകുമ്പോൾ റിസൾട്ടിങ് ഡോട്ടർ എലമെൻറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ് ഐസോടോപ്സ്? ഓർമ്മ ഉണ്ടോ? ഐസോടോപ്സ് എന്താണ്? സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ അല്ലേ? അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിനാണ് എടുത്ത് കളയുക അല്ലേ? അപ്പോൾ അതിൻ്റെ മാസ് നമ്പർ A-4 വെച്ച് കുറയും, അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ ആറ്റമിക് നമ്പർ റെഡ്യൂസസ് ബൈ 2 അല്ലേ? ആൻഡ് ആഫ്റ്റർ എമിഷൻ ഓഫ് 2 ബീറ്റ പാർട്ടിക്കിൾസ് എന്താ ഓർമ്മണ്ട? ഒരു +1 പിന്നെ ഒരു +1 വരും. അപ്പോൾ A-4 ആൻഡ് Z അല്ലേ? ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ തന്നെയാണ് വരിക. അപ്പോൾ എന്താണോ പാരൻ്റ് അതിൻ്റെ തന്നെ ഫോം തന്നെയല്ലേ വരിക, എക്സ് വെച്ചിട്ട് തുറന്നൊന്നുമില്ല അല്ലേ? അതായത് ആറ്റമിക് നമ്പർ റിമെയിൻസ് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ 68 ഓപ്ഷൻ നോക്കിയേ. ആറ്റമിക് നമ്പർ റിമെയിൻസ് സെയിം ബട്ട് ദ മാസ് ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് വാട്ട്? ഇറ്റ്സ് ആൻ ഐസോട്ടോപ്പ് അല്ലേ? സെയിം ആറ്റമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ, ഇറ്റ് ഇസ് ആൻ ഐസോട്ടോപ്പ് ഓഫ് പാരൻറ്റ്. അപ്പോൾ ഒരു പാരൻറ്റ് ന്യൂക്ലിയൈ ഇഫ് ഇറ്റ് ഇസ് ഫോളോയിങ് റൈറ്റ് but double beta emission and a single alpha emission, then you get a daughter molecule which is an isotope of the parent. ക്ലിയർ ആയ? ഇതൊന്ന് ആ ടേം ആ ശരിക്കും ആ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ കയറ്റേണ്ടതായിരുന്നു. മൈ ബാഡ്, മായ്ക്കുന്നത് റിസ്കിയാണ്. ഓക്കെ, ഇനി ഏതാ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നത് ഇങ്ങനെ ഒരു മാലപ്പടക്കം വരുത്തി ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. 69ാമത്തെ റൈറ്റ്. ഒരു ന്യൂക്ലിയർ ഡീകേ ഇസ് ഗിവൺ. ഒന്ന് വേണമെങ്കിൽ ഇതാക്കി കാണാം വേണ്ട. റൈറ്റ്, ന്യൂക്ലിയർ ഡീകേ AXZ ഇസ് ഈക്വൽ ടു വേണ്ട ഗിവ്സ് ഓരോ പ്രാവശ്യം എമിഷൻ ചെയ്യുമ്പോഴും ഓരോരോ പുതിയ പുതിയ ന്യൂക്ലിയർ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ ഐസോട്ടോപ്പ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? പോട്ടെ, നോക്കണ്ട, സോറി നോക്കണ്ട എന്നല്ല, ഞാനത് പറഞ്ഞു പോകും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഡീകേ ഞാൻ ഇവിടെ തന്നെ എഴുതും കേട്ടോ, ഈ ക്വസ്റ്റ്യനുമ്പോൾ തന്നെ ഞാൻ എഴുതേ. റൈറ്റ്, സോ ഇൻ ദ ന്യൂക്ലിയർ ഡീകേ ഗിവൺ ബിലോ വാട്ട് ആൻഡ് ഓൾ പാർട്ടിക്കിൾ ഡീകേ ഹാസ് ബീൻ ഹാപ്പനിങ് ഇൻ സീക്വൻസ് അറിയണം. റൈറ്റ്, അപ്പോൾ ആദ്യത്തേൽ നോക്കിയാടോ മാസ് നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ട് ആറ്റമിക് നമ്പർ മാത്രം 1 വെച്ച് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, അപ്പോൾ അവിടെ എന്താ എമിഷൻ ആയിരിക്കണം നടന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. ബീറ്റ എമിഷൻ ആയിരിക്കണം അല്ലേ? സോ ദർ ഈസ് ബീൻ എ ബീറ്റ എമിഷൻ ഹിയർ. ക്ലിയർ ആണ്ടാ? ഇത് നോക്കിയേ, സുഖമായല്ലോ. അപ്പോൾ ഇപ്പോൾ Z+1 അതിൽ നിന്ന് Z-1 എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കണം? -2 ആയിരിക്കണം അവിടെ നടന്നിട്ടുണ്ടാവട്ടെ അല്ലേ? സിമിലർലി -4 മുകളിലും വന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ആൽഫ ഡീകേ ആണ് അവിടെ നിന്നുള്ളത്. സോ ദർ ഹാപ്പൻസ് എൻ ആൽഫ ഡീകേ റൈറ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്താൽ ഓപ്ഷൻ D മാർക്ക് ചെയ്യാം. എന്നാലും ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓൾസോ. ഇനി എന്താ? നമ്മുടെ മാസ് നമ്പറിൽ ചേഞ്ച് ചെയ്തിട്ടില്ല,
റൈറ്റ്. അപ്പോൾ ആറ്റമിക് നമ്പറിലും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ഡീക്കേ അത് ദർ ഡസൻ ചേഞ്ച് എനി ആറ്റമിക് മാസ് ഓർ മാസ് നമ്പറും ചേഞ്ച് ചെയ്യാണ്ട് ആറ്റമിക് നമ്പറും ചേഞ്ച് ചെയ്യാണ്ട് ജസ്റ്റ് ലെവലുകൾ മാത്രം ഡിഫറെൻറ്റ്. എനർജി ലെവല് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് മാത്രം നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. ക്ലിയർ. അപ്പോൾ അതൊരു ഗാമ ഡീക്കേ ആണ്. സോ ബീറ്റ ആൽഫ ഗാമ ഡീക്കേ. ക്ലിയർ. ഐഷ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഉദ്ദേശിച്ച് ഞാനത് നീക്കാൻ ഉദ്ദേശിച്ചതാണ്. റൈറ്റ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 2 radioactive materials are there, x1 and x2 have decay constant 5 lambda and lambda respectively. If initially they have same number of nuclei, രണ്ടെണ്ണത്തിന് n0 ആണെന്ന് വിചാരിക്കാം, then the ratio of the number of nuclei x1 to that of x2 will be 1/e ആഫ്റ്റർ എ ടൈം. അതായത് ഇപ്പോഴത്തെ അവരുടെ റേഷ്യോ, അതായത് ഇപ്പോഴത്തെ സപ്പോസ് n1 ആണ് x1ൻ്റെ ഇപ്പോഴത്തെ എമൗണ്ടും n2 x2ൻ്റെ ഇപ്പോഴത്തെ എമൗണ്ട് ആണെങ്കിൽ അവർ രണ്ടുപേരും റേഷ്യോ തന്നെ തന്നിട്ടുണ്ട് 1/e ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര സമയം കൊണ്ടായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ. എത്ര സമയം കൊണ്ടായിരിക്കും ആ റേഷ്യോ എന്നുള്ളത് സിമ്പിളാണ്. ഇതേമാതിരി ഈക്വൽ ടു ഫോം ചെയ്തിട്ടുണ്ട് എന്നാലും. റൈറ്റ്. റൈറ്റ്. അപ്പോൾ n1 ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ n1 n0 e raised to minus lambda t ആണ്. x2ൻ്റെ കേസ് എന്താ, n2 is equal to n0 e raised to minus lambda t അല്ലേ. ടി അല്ലല്ലോ, സമയം വ്യത്യാസമല്ലേ. ഒരെണ്ണം 5 ലാംഡ ഒരു ലാംഡ എന്നല്ലോ, ലാംഡ 1 എന്ന് എഴുതായിരുന്നു അല്ലേ. അതിപ്പോൾ തന്നെ അങ്ങനെ എഴുതിയാലോ, വേണ്ട ഒരു കാര്യം ചെയ്യുക. ഇതിന് ലാംഡ കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെ ലാംഡ 1ഉം ഇവിടെ ലാംഡ 2t എന്ന് എഴുതാം, പേര് കൊടുക്കാതെ. റൈറ്റ്. ഇനി n1/n2 എന്താ വരിക, n0 പോയി, അപ്പോൾ e raised to minus lambda 1t divided by e raised to minus lambda 2t അല്ലേ. ഈ n1/n2 എത്രയും തന്നിട്ടുണ്ട്. ഞാനിതുമ്പോൾ തന്നെ മാച്ച് എഴുതുന്നത് എൻ്റെ സൗകര്യത്തിനാണ് കേട്ടോ, നിങ്ങൾ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. 1/e ആണ് അല്ലേ. ഈ ലാംഡ 1 എത്രയും തന്നിട്ടുണ്ട്, ലാംഡ 1 നമുക്ക് ലാംഡ 2 ഞാൻ മാച്ച് കളയാം. റൈറ്റ്. ലാംഡ 1 has been given as 5 lambda, right, and lambda 2 is given as minus lambda. ഇത് എന്തു എഴുതാത്തത് അല്ലേ. അപ്പോൾ e raised to minus 1 is equal to e raised to minus 5 lambda t, റൈറ്റ്. ഇത് മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് അല്ലേ, പ്ലസ് ലാംഡ ടി അല്ലേ. അപ്പോൾ -5 ലാംഡ ടി പ്ലസ് 4 പ്ലസ് ലാംഡ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, -4 ലാംഡ ടി. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, 4 ലാംഡ ടി ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 1/4 ലാംഡ. സമജ്മയായ റൈറ്റ്. ഇനി അതേമാതിരി ഒരു 5 ലാംഡ വേറെ കാണുന്നുണ്ടല്ലോ, അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. അതിപ്പോൾ നോക്കി അതേമാതിരി ക്വസ്റ്റ്യൻ 1/e² 1/e പകരം 1/e² തന്നെ ചെയ്തോട്ടാ. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 71ാമത്തെ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ. 73 നല്ലത് ക്വസ്റ്റ്യൻ അല്ലേ. ഇഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ in a radioactive material the activity at a time t1 is r1 and at a later time t2 it is r2. അപ്പോൾ രണ്ട് ആക്ടിവിറ്റി അല്ലേ, r1 r2 തന്നിട്ടുണ്ട്. if the decay constant is lambda then what is the relationship between r1 and r2 blah blah blah. അപ്പോൾ ഇത് സിമ്പിളാണ് ഞാൻ, പക്ഷേ ആൻസർ ഒന്ന് നോക്കുക കേട്ടോ, കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കീമാര് മീൻസ് ഓപ്ഷൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെയ്യണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി r1ൻ്റെ ഇക്വേഷൻ നമുക്ക് ഓക്കെ, r1 എന്ന് പറയുന്നത് എന്താ, dn1/dt അല്ലേ നമ്മുടെ ജനറൽ ഫോർമുല. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലാംഡ n1 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേമാതിരി r2 എന്താണ്, dn2/dt അല്ലേ, അതെന്താണ് മൈനസ് ലാംഡ n2 എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ r1/r2 എന്ന് എന്ത് എഴുതാം, ലാംഡ കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ n1 ഈ n2നെ നമുക്ക് n2 എന്ന് പറയുന്നത് ഒരേ മെറ്റീരിയൽ കേസാണെന്ന് വേണ്ട, ശ്രദ്ധിച്ചാൽ നോക്കിയേ. ഓക്കെ, നോക്കി ഇന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അറ്റ് ടൈം t1 ഇപ്പോൾ r1 ആണ് റേഡിയോ ആക്ടിവിറ്റി മെറ്റീരിയലിൻ്റെ റേറ്റ്, t2 എന്ന സമയത്തിൽ അത് r2 ആയി എന്ന് പറയണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് r1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണെന്ന് വിചാരിക്കും, തുടക്കം അതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ
ഈ N1-ൻ്റെ മാതിരി തന്നെ N2-ന് എനിക്ക് എന്ത് എഴുതാം? N0-ന് പകരം N1 e raised to മൈനസ്, ശ്രദ്ധിക്കട്ടാ, T1 മൈനസ് അല്ലെങ്കിൽ T2 മൈനസ് T2 മൈനസ് T1 ഇനി എഴുതാൻ പറ്റൂ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾക്ക് ഇതാണ് ബുദ്ധിമുട്ടെങ്കിൽ ഒരു കാര്യം വേറെ എളുപ്പത്തിന് ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. N1/N2 ഇത് കുഴപ്പമില്ലല്ലോ. N1-ന് ഞാൻ N0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ T1 എന്ന് എഴുതി. ഇവിടെ N0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ T2 എന്ന് എഴുതി. അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മറ്റേത് കൺഫ്യൂഷൻ ആയിരിക്കുന്നു. N1 ക്യാൻസൽ ചെയ്ത് കളയാലോ. റൈറ്റ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് T1 പ്ലസ് ലാംഡ T2 എന്ന് വരിക അല്ലേ. ഇ റേസ് ടു ഫാക്ടർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇ റേസ് ടു ലാംഡ T2 മൈനസ് T1 ഇങ്ങനെ എഴുതിക്കും. അതാണ് നല്ലത് നിങ്ങൾക്ക്. എന്നുവെച്ചാൽ പിള്ളേർക്ക് മറ്റേ മെത്തേഡ് ശരിയാണത്, ബട്ട് സഡൻലി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. റൈറ്റ്. സോ വിൽ മൂവ് ബൈ ദ ബേസിക് മെത്തേഡ് ഇറ്റ്സെൽഫ്. സോ ദിസ് ഇസ് R1/R2, അല്ലെങ്കിൽ എനിക്ക് എന്താ എഴുതാം? R1 is equal to R2 ഇൻറ്റു ഇ റേസ് ടു ലാംഡ T2 മൈനസ് T1. റൈറ്റ്, ക്ലിയർ? ഇനി 74ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി. ഇത് ഞാൻ ഇതിലുമ്പോൾ തന്നെ എഴുതുള്ളൂ കേട്ടോ. ഒരു ഹാഫ് ലൈഫ് ഓഫ് റേഡിയം ഇസ് ഗിവൺ ആസ് 1600 years. ഇഫ് ഓഫ് 100 gram ഓഫ് റേഡിയം എക്സിസ്റ്റിംഗ് നൗ 25 gram വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. ശ്രദ്ധിച്ചേ, 100 gram ഇപ്പം ഉണ്ട്, അതിൽ നിന്ന് 25 gram എത്ര നേരം കൊണ്ട് ഇരിക്കും? എത്ര വർഷത്തോളം ഇരിക്കും? അതായത് 100-ൽ നിന്ന് 25 ആവണമെങ്കിൽ എത്ര ഹാഫ് ലൈഫ് വേണം നോക്കിയേ. 1600 ആണ് ഹാഫ് ലൈഫ് അതിൻ്റെ കേട്ടോ. 100-ൽ നിന്ന് 25 ആലോചിച്ചിട്ട്, 100-ൽ നിന്ന് ആദ്യം 50 ആവണം, 50-ൽ നിന്ന് പിന്നെ 25 ആവണം. എന്നാലേ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 2 ഹാഫ് ലൈഫ് അല്ലേ. അപ്പോൾ 100-ൽ നിന്ന് 25-ലേക്ക് വരണമെങ്കിൽ 2 ഹാഫ് ലൈഫ് കഴിയണമെങ്കിൽ 3200 ആയിരിക്കും ആൻസർ. ശ്രദ്ധിച്ചേ, 100 ഗ്രാമിൽ നിന്ന് 25 ഗ്രാമിലേക്ക് വരാൻ എത്ര സമയം? റൈറ്റ്, അതല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ 100 gram ഉണ്ട്, 25 ഗ്രാമായിട്ട് ഇപ്പോഴും ഇരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണോ? ഇപ്പോൾ 25 gram ആയിട്ടുണ്ടെങ്കിൽ 100-ൽ നിന്ന് 25-ലേക്ക് വരാൻ എത്ര വർഷങ്ങൾ എടുത്തു എന്നാണ് ചോദ്യം. Listen to the section clearly, guys. You are told that half life whatsoever it is given. You are asked how many years it had been 25 gram. എത്ര 25 gram will remain unchanged after, എത്ര വർഷത്തോളം അത് ഇരിക്കും എന്നാണ്. അപ്പോൾ 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ തന്നെ അത് 25-ലേക്ക് എത്തി അല്ലേ. 3200 വർഷമായിരുന്നു കേട്ടാ. സമച്ഛമയായ കണ്ണു വല്ലാണ്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ലൈഫിൻ്റെ ആണ് കേട്ടോ നെക്സ്റ്റ്. അല്ല 75ാമത്തത് ഓർമ്മ ബീറ്റ ഡി കെ അല്ലേ. നിങ്ങൾക്ക് ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിച്ചു തന്നല്ലേ ഞാൻ. പോട്ടെ. നൗ എ സാമ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഹാസ് എ മാസ് ഓഫ് 10 grams at an instant t is equal to 0. The approximate mass of this element in the sample after 2 mean lives. ഇത് ഞാൻ എടുത്തിട്ടില്ല. മീൻസ് മീൻ ലൈഫിൻ്റെ ആസിറ്റീസ് ഇക്വേഷൻ ഉണ്ട്, പക്ഷേ മീൻ ലൈഫ് ഇങ്ങനെ പ്രോബ്ലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഒരു സാമ്പിൾ ഉണ്ട്, അതിൻ്റെ 10 gram അറ്റൻഡൻസ് തുടക്കത്തിൽ 10 gram ആണുള്ളത്. 2 മീൻ ലൈഫ്സ് കഴിഞ്ഞാൽ എത്രത്തോളം മിച്ചമിരിക്കുന്നതാണ് ചോദ്യം. ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ നമുക്കറിയാം എന്താണ് മീൻ ലൈഫ് is equal to 1/λ അല്ലേ, ആവറേജ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം നിനക്ക് പറഞ്ഞില്ല എത്ര മീൻ ലൈഫിൻ്റെ കേസ് പറയണത്. ഇപ്പോൾ ടൈം എത്ര? 2 മീൻ ലൈഫ് ആയി കഴിഞ്ഞാൽ 2 × τ അല്ലെങ്കിൽ 2/λ ആണ് സമയമെങ്കിൽ എത്ര മിച്ചമിരിക്കുന്നതെന്നല്ലേ ചോദ്യം. ഇഫ് t is equal to 2/λ, that is the question. See, listen to the question properly, guys. You are told ക്വസ്റ്റ്യനോട് പോയി തന്നെ 10 gram തുടക്കത്തിലുണ്ട്, 2 മീൻ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മിച്ചം എത്ര ഉണ്ടാവും എന്നാണ്. മിച്ചം എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പം എത്ര ഇരിക്കുന്ന. അപ്പോൾ ഒരു മീൻ ലൈഫ് ഇത്രയാണ്, അപ്പോൾ 2 മീൻ ലൈഫ് എത്രയാണ്? ഇത്ര സമയമാണ്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ എത്ര സാമ്പിൾ ഇരിക്കണമെന്നല്ലേ. സോ n is equal to n0 e raised to minus λ t. ഇപ്പം t എന്തായിന്നാണ് പറയണേ? 2/λ ആയി എന്നാണ് പറയണത് അല്ലേ. λ കാണിച്ചത് e raised to -2 വരും അല്ലേ. ഓർ ഇപ്പോൾ ഇനീഷ്യൽ എമൗണ്ട് എത്രയാണോ? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 10 × 1/e² അല്ലേ. 1/e² വാല്യൂ അറിയില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. റൈറ്റ്, 10 × 13.5 ആണ് കേട്ടോ. 1.e² അല്ലെങ്കിൽ 1/e² വാല്യൂ. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വാട്ട്?
അല്ല 13 അല്ല 0.135 എനിക്ക് എപ്പോഴും അങ്ങോട്ട് തിരി 0.135, right? That is 1 by e square, or your answer becomes 1.35 gram. Clear? Right? Example, half of life is 10 days, number of again 30 days. 30 ദിവസം എന്ന് പറഞ്ഞാൽ 3 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞു നീ ബത്താവുമെങ്കിൽ Deuteron strikes subsequent emission of ഇത് ഇന്നൊരു 4 കുറച്ചാൽ എത്ര വരിക? 4 കുറച്ച് 12 അല്ല ആൽഫ അല്ലേ പറഞ്ഞാൽ ന്യൂട്രോൺ ആണല്ലേ? ഞാൻ ആൽഫ പാർട്ടിക്കിളാക്കിയാനേ വെച്ചോ അത് നന്നായിട്ടാ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഓർമ്മ ഉണ്ട്, 2H1 അല്ലേ? ഐഷ് എഴുതണം ശ്രദ്ധിക്കട്ടോ. ഓക്സിജൻ റൈറ്റ്, അല്ലെങ്കിൽ ഡ്യൂട്രോണ് അപ്പോൾ എത്ര വരിക അറിയില്ല. എന്നിട്ടെന്താ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 4He2. അപ്പോൾ മിച്ചം എത്രയാണ്? 18, 14 വെച്ചിട്ടുള്ള ആൾ വരണം. നൈട്രജൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം. പിന്നെ 9 ആണെങ്കിൽ 7. കറക്റ്റ് നൈട്രജൻ ആയിരിക്കണം വരുന്നത്. മനക്കണക്ക് ചെയ്തല്ല കേട്ടാ. നോക്കിയേ, ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. ആൻഡ് ദർ ഇസ് എൻ എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിൽ ആറ്റമിക് മാസ് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പറും ആറ്റമിക് നമ്പറും തുല്യമായിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ്. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഈക്വൽ ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. Alpha particles are ionized helium atoms. ഇനിയാണ് ഞാൻ ആദ്യത്തെ പേജ് എടുക്കാന്ന് പറഞ്ഞത്. പേജ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്പർ തെറ്റിയ ഇല്ല. 83. ഓക്കെ. Half lives of 2 radioactive substances A and B are 20 and 40 minutes initially are equal numbers. ഇത് നിങ്ങൾക്ക് തനിയെ ഇത് നോക്കിയാൽ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ നോക്കട്ടെ. 83ാമത്തെ ക്വസ്റ്റ്യൻ. Now, activity of a radioactive substance decay constant. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണല്ലോ. അഗെയിൻ നോക്കിയാൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഹോംവർക്ക് ആയിക്കോട്ടെ. 33, 34, 34 ഇല്ലല്ലേ, സോറി 80 ആണല്ലോ. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് 80 മനസ്സിലായി. അയ്യോ. അപ്പോൾ നോക്കിയാൽ നോടി 83, 84, അത് നോക്കിയിട്ട് 85 ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ഫ്രീ ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോൺ ഇസ് ഡീക്കേയിങ് ഇൻ ടു പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ഫ്രീ ന്യൂട്രോൺ പ്രോട്ടോൺ. ഓക്കെ, ഇത് എളുപ്പമായിരുന്നു അല്ലേ. സോറി, ഞാൻ വലിയ കാര്യത്തിലാണ് വിചാരിച്ച്. നമ്മുടെ ആൻറ്റി ന്യൂട്രിനോ ഓർമ്മ ഉണ്ടോ? ബീറ്റ പോസിറ്റീവ് ഡീക്കെ റൈറ്റ്, ഡീക്കേസ് ഇൻ ടു എ പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ, പിന്നെ ഉണ്ടാകാൻ പോണത് ഒരു ആൻറ്റി ന്യൂട്രിനോ ആണ്. ഞാൻ വലിയ കാര്യമായിരുന്നു വിചാരിച്ചു പോയി. ഇത് 87 നോക്കണം. 87 നോക്കാം. What is the respective number of alpha and beta particles emitted in the following radioactivities? അപ്പോൾ പാരൻ്റ് നോക്കിയടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ എഴുതാൻ പോകട്ടാ. X90 മറന്നുപോയി. എന്തായിരുന്നു? 90-100 നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. റൈറ്റ്, X90 എന്തുവാടേ? X90 ഒരു 200. It has made into 168 white daughter nuclei with atomic number 80. Right. എങ്ങനെയായിരിക്കണം? സോറി, 68. എന്തായാലും 68 അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എന്തെങ്കിലും എമിറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? ഒരു ബീറ്റ ഉണ്ടാവണം. അതല്ലാണ്ട് കോൺട്രിബ്യൂഷൻ ഒരു ബീറ്റ ആവണമെന്നില്ല, എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് X290. ഇത് എമിറ്റ് ചെയ്യണത് M നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസും തലതിരിക്കാം, അത് നല്ലത്.
കഴിഞ്ഞാൽ അങ്ങോട്ട് എനിക്ക് പ്രശ്നം വരും. n നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസും m നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് ശേഷമാണ് ഡോട്ടർ ഉണ്ടായതെങ്കിൽ വിചാരിക്കുക. എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ m നമ്പർ എത്രയാണെന്നൊന്നും. ബട്ട് വി ആർ ഗോയിങ് ടു പ്രോസസ് ഇറ്റ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണോ, ഇത് ഞാൻ മാറ്റിട്ട് കേട്ടോ, ഹീലിയം ആണല്ലേ, 4He2. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കും, -1 വെച്ചിട്ട്, റൈറ്റ് അല്ലേ നമ്മൾ മിഷൻ എഴുതുക, റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതാം, നമ്മുടെ മാസ് നമ്പേഴ്സ് ഈക്വൽ ആവണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് 200 ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര ഉണ്ടാവും, n × 4 അല്ലെങ്കിൽ 4n എന്ന് എഴുതാം, അതല്ല ഭംഗി, 4n പ്ലസ്, പക്ഷേ ബീറ്റ പാർട്ടിക്കിളിൽ മാസ് നമ്പറിൽ കോൺട്രിബ്യൂഷൻ ഇല്ല, പ്ലസ് 168 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 400 212 അല്ല 32 അല്ലേ വരിക, ഓക്കെ 32 4 n is equal to 8 എന്ന് വരും, റൈറ്റ്. ഈ കാൽക്കുലേഷനൊക്കെ ഞാൻ മനക്കണക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ n ഇവിടെ നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് എന്തായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്, യു ക്യാൻ ബി ഷുവർ ഇറ്റ് ഈസ് ഹൗ മച്ച്, 8 അല്ലേ. അപ്പോൾ 8 × 2 അല്ലേ 16 ആണെന്ത് നമ്മുടെ ഒരു ഹീലിയത്തിൻ്റെ ആറ്റമിക് നമ്പറിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ പോകുള്ളൂ. നോക്കി ശ്രദ്ധിച്ചേ, ഇത് നോക്കട്ടാ, ഡിനോമിനേറ്റർ ഭാഗം മാത്രം വരുന്നില്ല, വന്നിട്ടുണ്ട്. 90 is equal to 16, ഇതാരെ ഹീലിയത്തിൻ്റെ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളുടെ, n × എത്രയാണ് -1, ഇതാരുടെയാ ബീറ്റ പാർട്ടിക്കിളുടെ, പ്ലസ് 80 അല്ലേ. അപ്പോൾ 16 96 n is equal to 6 എന്ന് വരും. ഇവിടെ n തന്നെ ഇല്ലേ, സോറി ഐ ആം എക്സ്ട്രീംലി സോറി ഗൈസ്, നമ്മൾ m ആണെന്നുകൊണ്ടല്ലേ, ഗാമയ്ക്ക് എടുത്തല്ല ബീറ്റയ്ക്ക് എടുത്ത് ഇവിടെ m ഒന്ന് ആക്കട്ടെ, റൈറ്റ്. m is equal to 6. അപ്പോൾ 8 ആൽഫ പാർട്ടിക്കിളും 6 ബീറ്റ പാർട്ടിക്കിളുമാണ് എമിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോസസ്സ് മനസ്സിലായോ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് അറിഞ്ഞൂടെ എത്ര ആൽഫയാണ് എത്ര ബീറ്റയാണ് എമിറ്റ് ചെയ്യാൻ പോകണമെന്ന്. ഞാനൊരു ആർബിട്രറി വാല്യൂ ഇട്ട് കൊടുത്തു, n ഹീലിയം ആറ്റം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളും m ബീറ്റ പാർട്ടിക്കിളായിരിക്കണം എമിറ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് മാസ് നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കണം, അല്ലെ LHSൻ്റെയും RHSൻ്റെയും നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഷുഡ് ബി ഈക്വൽ. അങ്ങനെ ഞാൻ 200 is equal to 4n plus 168 എന്ന് എഴുതി. പിന്നെന്താണ്, അതിൽ നിന്ന് n is equal to 8, ദാറ്റ് ഇസ് 8 ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ 8 ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 2 × 8 16 മാസ് നമ്പർ, ആറ്റമിക് നമ്പർ ആണ് ഉള്ളത് അല്ലേ. 16 ആറ്റമിക് നമ്പർ ആയിരിക്കണം അപ്പുറം. ഇത് 90 ഒബ്വിയസ്ലി ആസ് പെർ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 16 പ്ലസ് m × -1 ഇതാരാ ബീറ്റേൻ്റെ കോൺട്രിബ്യൂഷൻ, പ്ലസ് 80. അതിൽ നിന്ന് എനിക്ക് എമ്മിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. ക്ലിയർ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ഇന്ന ചാപ്റ്ററിലാണെന്നുള്ളതില്ലേ, ഞാൻ ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ടോപ്പിക്കിലാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയ ഒക്കെ വരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വെൻ യു ലേൺ അബൌട്ട് what you say as എൻട്രൻസ് സെക്ഷനായിട്ട് പഠിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ 181ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു കോപ്പറിൻ്റെ ഇത്തിരി കൂടി വലുതാക്കണം, മാക്സിമം ആട്ടത്, ഒരു കോപ്പറിൻ്റെ കോയിനാണുള്ളത് കേട്ടോ. ഹാസ് മാസ് 3 grams, right? Calculate the energy required to separate all the neutrons from each other, right? The binding energy of copper is given, which is 551.38 MeV, right? അപ്പോൾ ശ്രദ്ധിച്ച്, നമുക്ക് ഇത്ര കോയിൻ തന്നിട്ടുണ്ട്, അല്ലെ, കോപ്പറിൻ്റെ ഒരു കോയിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആറ്റമിക് മാസ്, ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇപ്പോഴത്തെ മാസ് 3 gram തന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനെ അത്രയും 3 മാസമുള്ള ഗ്രാമുള്ള ഈ കോപ്പറിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രോൺസായിട്ട് എല്ലാ ന്യൂട്രോൺസിനെ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രോൺസിൽ ശരിക്കും ഓൾ ന്യൂക്ലിയോൺസ് ആണ് വരേണ്ടത് കേട്ടോ. ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ എത്രയാണ്, എത്ര എനർജി വേണമെന്നാണ് ചോദിക്കുന്നത്, റൈറ്റ്? ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, 181th ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ അറിയണം, ആദ്യം ന്യൂക്ലിയോൺസ് വിഭജിക്കണമെങ്കിൽ എത്ര ആറ്റം ഉണ്ടെന്ന് അറിയണ്ടേ, എന്നാലേ നമുക്ക് ന്യൂക്ലിയസിൻ്റെ കേസിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 gram കോപ്പറിന് എത്ര നമ്പർ ഓഫ് ആറ്റോൺസ് ഉണ്ടാവും? ഓക്കെ, 63 gram അല്ലേ, ഇവിടെ 63 ആറ്റോമിക് മാസ് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 63 ഗ്രാമിന് അവഗാഡ്രോ നമ്പറാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 1 ഗ്രാമിന് എത്ര ഉണ്ടാവുക? അവഗാഡ്രോ നമ്പർ അല്ലേ, ഡിവൈഡഡ് ബൈ വാട്ട്, 63 gram. Because 1 gram of copper will be having this much atoms,
റൈറ്റ്, ഇത് കെമിസ്ട്രിയാണ് കേട്ടോ. അപ്പോൾ 3 gram കോപ്പറിൽ എത്ര ഉണ്ടാവും? ഇത് ഇൻറ്റു 3 അല്ലേ? റൈറ്റ്, ലെറ്റ്സ് സേ ദാറ്റ് ആ ആറ്റംസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ഇപ്പോൾ സപ്പോസ് n ആണെന്ന് ഞാൻ എഴുതാം. ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഫോർ 3 gram കോപ്പർ ഇസ് n is equal to 3 into 6.023 into 10 to power 23 divided by 63. റൈറ്റ്, ക്ലിയർ ആവണ്ട? ഇത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് അല്ലേ? ഇത്ര ആറ്റംസിൻ്റെ കറസ്പോണ്ടിങ് ന്യൂക്ലിയോൺസ് ആണല്ലോ ഉണ്ടാവുക, എത്രയെങ്കിലും ആയിക്കോട്ടെ. റൈറ്റ്, അപ്പോൾ ഇത്രയും ആറ്റംസ് ആണുള്ളത്, അവരെ വിഭജിക്കണം അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അല്ലേ 1 AMU എന്നൊക്കെയാണ് വെച്ചിട്ട് പറയാം അല്ലേ, ഇത്രയും മെഗാ ഇലക്ട്രോൺ വോൾട്ട് വേണം എനർജി ടു വാട്ട് ഡിസൻറ്റഗ്രേറ്റ് 1 ന്യൂക്ലിയസ്, ഓർ ഐ ക്യാൻ സേ 1 ആറ്റം. ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ 551.38 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വേണം. അതല്ല ബൈൻഡിങ് എനർജി വിച്ച് ഇസ് റിക്വയർഡ് ടു ഡിസൻറ്റഗ്രേറ്റ് എ ന്യൂക്ലിയസ് ഇൻ ടു കറസ്പോണ്ടിങ് ന്യൂക്ലിയോൺസ് അല്ലേ? അതേമാതിരി തന്നെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് 3 gram കോപ്പർ ഇത്ര ആറ്റംസ് ആണുള്ളത്, അതിൻ്റെ അകത്ത് ഇത്ര ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് 551.38 എനർജി വേണമെന്നുണ്ടെങ്കിൽ, മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ആറ്റത്തിന് അല്ലെങ്കിൽ ഇത്ര ന്യൂക്ലിയസിന് വിഭജിക്കാൻ എത്ര വേണം? 6.023 into 10 to power 23 by 63, അവിടെ 3 ഉണ്ടല്ലേ, 3 into 551.38. കയ്യിരിപ്പ് മരിക്കും കാൽക്കുലേഷൻ. 3 21 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 29 ഡബിൾ ഏതാണ്ട് 12 അടുത്തൊക്കെ ഉള്ള വാല്യൂ ഉണ്ടോ? അടുത്ത് 12 1.58. ഞാനെങ്ങനെയാണ് റഫ് കാൽക്കുലേഷൻ ചെയ്ത് കണ്ട 3 ദിസ് ബിക്കംസ് 21 അല്ലേ? 21 ഏതാണ്ട് ഡബിളായിട്ട് വരും, അല്ലെങ്കിൽ ഇത് 55, ഞാൻ 55 ഉദ്ദേശിച്ചത് ഡബിളായിട്ട് വരും. ഇപ്പോൾ 2 പിന്നെ അതൊരു 22 ആയിട്ട് എടുക്കും ഞാൻ. 22 അല്ലെങ്കിൽ 2ൻ്റെ അടുത്ത് 22 into 6 എടുക്കുകയാണെങ്കിൽ എത്ര വരിക? ഓക്കെ, 20 into 6 എത്രയാണ്? 120. അപ്പോൾ 120 അല്ലെങ്കിൽ 12ൻ്റെ അടുത്തുള്ള സംഖ്യയാണ് കേട്ടോ. അക്കം വരുന്നത് ഏതിലാണെന്ന് നോക്കി. 158 ആണ് എൻ്റെ അടുത്തുള്ളത്. ബിക്കോസ് ഓൾ ദ അതർ നമ്പേഴ്സ് ആർ ഡിഫറെൻ്റ് അല്ലേ? പിന്നെ വെറുതെ ഇതിനുള്ള കാൽക്കുലേഷൻ എടുത്ത് സമയം കളയുന്നത്. റൈറ്റ്, ബട്ട് വെൻ ദ നമ്പേഴ്സ് ഓർ ദ ന്യൂമറിക്കൽ വാല്യൂസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, അപ്രോക്സിമേഷൻ മെത്തേഡ് കൊണ്ടായിട്ട് എഴുതിയിട്ട് കലവടയ്ക്കരുത്. ഓൾവേസ് ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസ് വളരെ വാസ്റ്റായിട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ഗോ ഫോർ അപ്രോക്സിമേഷൻ, നോട്ട് ഗോ ഫോർ ആക്ച്വൽ കാൽക്കുലേഷൻ. നീറ്റിലൊന്നും അല്ലെങ്കിൽ മിക്ക എക്സാംസിലും നമുക്ക് ആക്ച്വൽ കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയുന്ന ടൈപ്പ് വാല്യൂസ് വരാറില്ല കേട്ടോ. ഇനി ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈഡ് ഈസ് അൺഡീക്കേഡ് ആഫ്റ്റർ 2 years, പ്രത്യേകിച്ച് 2 വർഷത്തിന് ശേഷവും പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ന്യൂക്ലിയൈഡ് ടു ബി അൺഡീക്കേഡ് ഈസ് P, then its disintegration constant is. പ്രോബിലിറ്റി എന്നൊക്കെ പറയുന്നത് മാത്സ് അല്ലേ? പ്രോബിലിറ്റി ദാറ്റ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് ഈസ് അൺഡീക്കേഡ് ആഫ്റ്റർ 2 years, right, T is 2 is P, right, then it is disintegration constant എന്ന് പറഞ്ഞാൽ ലാംഡയാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വളച്ച് പിടിച്ച് പറയണമെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അൺഡീക്കേഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ? n/n0 എന്നാണ് നമ്മുടെ പ്രോബിലിറ്റി, എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലേ? നമ്മൾ ഇത്ര ഒരു ചാക്ക് ബോളുണ്ട്, അതിൽ നിന്ന് 2 എണ്ണം ബ്ലൂ ആയി പുറത്തേക്ക് വരാൻ എന്താണ് പ്രോബിലിറ്റി അല്ലേ? അതിൽ അല്ലെങ്കിൽ അതേമാതിരി ഐ ക്യാൻ സേ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോബിലിറ്റി ഉള്ള അതിൽ ഒരെണ്ണം ഹെഡ് ആവാൻ, അങ്ങനെയൊക്കെ അല്ലേ ചോദിക്കുക. സോ ഹിയർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് വിച്ച് ഇസ് പ്രസൻറ്റ് നൗ ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് വിച്ച് ഇസ് ഇനീഷ്യലി പ്രസൻറ്റ്, ദാറ്റ് ഇസ് എ പ്രോബിലിറ്റി. അതിലെ നമ്മൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, ഇതിൽ നിന്ന് ഇപ്പം എത്ര ഉണ്ടാവും, എത്രയിൽ ആദ്യം ഉണ്ടായിരുന്നതിന്, അങ്ങനെയല്ല കമ്പയർ ചെയ്യുക. സോ യു ആക്ച്വലി ആർ സേയിങ് ദ പ്രോബബിലിറ്റി ഓഫ് അൺഡീക്കേയിങ്, ദാറ്റ് ഇസ് n/n0 is equal to e raised to minus lambda t. അത് 2 വർഷത്തിനുള്ളിലും ഡീക്കേ ആയിട്ടില്ലെങ്കിൽ ടീൻ്റെ എത്രയാണ് പറഞ്ഞിട്ടില്ലേ? 2 എന്ന് പറയണേ അല്ലേ? ഈ n/n0 എന്ന് പറഞ്ഞ പ്രോബിലിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് P എന്ന് തന്നിട്ടുള്ളത്. ഞാൻ മാച്ചുകളെ പറ്റി നിങ്ങൾ എഴുതാൻ നിൽക്കരുത് കേട്ടോ. സോ e raised to minus 2 lambda is equal to P അല്ലേ? അപ്പോൾ 2 lambda is equal to എന്ന് പറഞ്ഞാൽ log 1/P അല്ലേ? മൈനസ് നിങ്ങൾ എടുത്തു എന്നുള്ളൂ, log e to the base e ട്ടാ അല്ലേ? അല്ലെങ്കിൽ ലാംഡ is equal to ഇത് 1/2 അല്ലേ വരിക, അപ്പോൾ റൂട്ട് എന്ന് എഴുതേണ്ടി വരും. മനസ്സിലാവുന്നില്ലെങ്കിൽ നോക്കിയാൽ ലോഗിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 1/2 log e to the base 1/P
അല്ലേ? 1/2 എന്ന് പറഞ്ഞത് എന്താ? log to the e 1/p raised to 1/2 അല്ലെങ്കിൽ എഴുതാം. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് log e 1/p റൂട്ട് ഇട്ട് കൊടുക്കുക അല്ലേ? പി ആണ് റോ എഴുതിയ മാതിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 153 കിടക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. റൈറ്റ്, the probability of a nucleus disintegrating between its half life and mean life. നല്ല ഉഗ്രം ക്വസ്റ്റ്യൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ സാധനം വന്നു ശബ്ദം, സോറി, സൈലൻ്റ് ആക്കട്ടെ കേട്ടോ. ഓക്കെ, സോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ, അതായത് അഗെയിൻ പ്രോബബിലിറ്റി ഇപ്പോൾ തലയിൽ കയറണം കേട്ടോ. അപ്പോൾ അല്ലേ, പ്രോബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് ആൻഡ് മീൻ ലൈഫ്. ഹാഫ് ലൈഫ് അതായത് പകുതിയായി ചുരുങ്ങുമ്പോഴും ആവറേജ് ആയിട്ട് ചുരുങ്ങുമ്പോഴും വരാൻ പോകുന്ന മീൻ ലൈഫിൻ്റെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ എത്രയാണ് പ്രോബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അല്ലെങ്കിൽ എത്രയാണ് ഡീകേ ചെയ്തിട്ടുണ്ടാവുക ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് മീൻ ലൈഫ് ടൈം. റൈറ്റ്, അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്നുള്ള കേസസ് നിങ്ങൾ സംതിങ് വിച്ച് യു നീഡ് നോട്ട് ഫൈൻഡ് ദ എൻറ്റയർ ഡെറിവേഷൻ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാം, ഹാഫ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ബാക്കി, അതായത് എമൗണ്ട് ഓഫ് റിമൈനിങ് ന്യൂക്ലിയൈ ആഫ്റ്റർ ഹാഫ് ലൈഫ്. അത് നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഹാഫ് ലൈഫിന് ശേഷം റിമൈനിങ് ആഫ്റ്റർ ടി ഹാഫ് എത്രയാണ്? n0/2 അല്ലെ? n0/2 എമൗണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതേമാതിരി നോക്കണം കേട്ടോ, റിമൈനിങ് ന്യൂക്ലിയായി ആഫ്റ്റർ വൺ മീൻ ലൈഫ്, മീൻ ലൈഫിന് ശേഷം റിമെയിൻ ചെയ്യുക n0/e ആണ്. റൈറ്റ്, ദിസ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് നോട്ട് ലേൺ. ആക്ച്വലി ഇതിന് ഡെറിവേഷൻ മാതിരി ഉണ്ട്, അത് പക്ഷേ നിങ്ങൾക്ക് അത്ര ഒന്നും പോകണ്ട. ജസ്റ്റ് നോ ദാറ്റ് ആഫ്റ്റർ മീൻ ലൈഫ് ഇത്ര എമൗണ്ട് ഓഫ് what you say as റിമൈനിങ് ഇത്രയും സാധനം, ഇത്രയും എമൗണ്ട് ന്യൂക്ലൈ പോയിട്ടുണ്ടാവും. ക്ലിയർ ആവുന്ന അത് ലോഗ് ഇൻ്റെ ബേസിലൊക്കെ ഡെറിവേഷൻ ഇറ്റ്സ് നോട്ട് നീഡഡ്, ജസ്റ്റ് മക്കപ്പ് കേട്ടോ. ഇതിൻ്റെ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷനൊന്നുമില്ല. റൈറ്റ്, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ വൺ മീൻ ലൈഫ് കഴിഞ്ഞാൽ ഇത്രയാണ് ബാക്കി ഉണ്ടാവുക, ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ ഇത്രയാണ് ബാക്കി. അപ്പോൾ ഹാഫ് ലൈഫിനും മീൻ ലൈഫ് ടൈമിൻ്റെ ഇടയിൽ എത്ര എണ്ണം ഡീകേ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും? n0/2 മൈനസ് n0/e അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം? n0 കോമൺ ആയിട്ട് എടുത്ത് ഇതൊന്നും വലുതാ കേട്ടോ. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് n0 ആസ് കോമൺ ഔട്ട്സൈഡ്, റൈറ്റ്? 1/2 മൈനസ് 1/e, റൈറ്റ്? അല്ലെങ്കിൽ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? n0 ഇൻറ്റു e മൈനസ് 2 ഡിവൈഡഡ് ബൈ 2e അല്ലേ? ക്ലിയർ ആവുണ്ടോ? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര? പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇത്രയാണ് ഡീകേ ചെയ്തിട്ടുണ്ടാവുക. എത്രയിൽ? n0 ഇത്രയും ഡീകേ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ ദിസ് ഇസ് യുവർ പ്രോബബിലിറ്റി of remaining or the probability of the nuclei amount which remains between half life and mean life. ക്ലിയർ ആവുണ്ടോ? ഇത്രയാണ് എന്ത് ചെയ്യുക? റിമെയിൻ ചെയ്യുക. എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ട്? അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ചെയ്തത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നൗ ഹൗ മച്ച് എമൗണ്ട് ഈസ് ദെയർ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ എമൗണ്ട്. നൗ ഹൗ മച്ച് ഇസ് റിമൈനിങ് ബിറ്റ്വീൻ മീൻ ലൈഫ് ആൻഡ് ഹാഫ് ലൈഫ്, ദിസ് മച്ച് ratio with which I have to compare is its initial amount. Clear ആവുണ്ടോ? കാൽക്കുലേഷൻ ചെയ്തിട്ട് എത്ര വരുന്നത്? n0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ becomes just I can write that probability of amount or a probability of a nucleus disintegrating between its half life and mean life എത്രയാണ് വരിക? e minus 2 divided by 2e. ഈ ഇക്വേഷൻ ശരിക്കും നല്ലതാണ് ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡയറക്റ്റായിട്ട്. ഒരു വർഷം വന്നിട്ടുള്ളൂ കേട്ടോ, പക്ഷേ ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ വാട്ട് ഇസ് equation for probability of a nucleus disintegrating between its half life and mean life? It is e minus 2 divided by 2e. ക്ലിയർ ആയാ? ഇനി ഈ വീഡിയോൻ്റെ സെക്ഷൻ ഞാൻ ഇത്രത്തോളം നിർത്താണ് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവറിലേക്ക് കയറൂല വെച്ചാലും സെൻസ് ഉണ്ടാവില്ല. ഞാൻ എപ്പോൾ പറഞ്ഞല്ലോ 1 hour ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇനി എക്സ്ട്രാ മിനിറ്റ് അല്ലെങ്കിൽ ചിലതിൽ കയറാറുണ്ട്, എന്നാലും ഐ വോണ്ട് ടു അവോയ്ഡ് ഇറ്റ്. സ്ട്രിക്ട്ലി 1 minute വെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
അതേമാതിരി നെക്സ്റ്റ് അവറിൽ വരുമ്പോൾ വിൽ ഡു ലിറ്റിൽ ബിറ്റ് അഗെയിൻ സം ഓഫ് ദ പ്രോബ്ലംസ് പെൻഡിങ്, നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ, സെമി കണ്ടക്ടർ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഇതൊക്കെ ഒരുമിച്ചാണ് വരുമെന്നുള്ളൊരു പിടിയില്ല. അഗെയിൻ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.